ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈയിടെ എന്തായാലും അവാർഡ് മേടിച്ചതിൽ സന്തോഷത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ അതെ. ഇതിപ്പോ ശരിക്കും എന്ത് ഏലോ ഇന്ന് സമീപത്തുള്ളത്? ഇതിപ്പോ പാനികുളങ്ങര എന്ന് പറയുന്നത്. പാനികുളങ്ങര അല്ലേ? മിറാക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. തരത്തോട് തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് ഈ വെറൈറ്റിക്ക് മാത്രമേ ഉള്ളൂ തോന്നില്ല ഇങ്ങനെ. ഈ വെറൈറ്റിക്കാ ഉള്ളത്. ഇതിപ്പോ എത്ര വർഷമായി ചെടി ചെയ്ത് നിലവില്? ഇതിപ്പോ 3-ാം വർഷം. 3-ാം വർഷം അല്ലേ? ഇതിപ്പോ എത്ര വർഷത്തെ 3-ാം വർഷം മുതലാണ് കായ് ഉണ്ടാവും? അല്ല, പിറ്റേ വർഷം വരെ കായാവും. നമ്മൾ ചെയ്യുന്നതിനകത്തുണ്ടെങ്കിൽ പുതിയ ഒരു ഇനം കാണുവാണെങ്കിൽ അത് നമ്മൾ കുറച്ചെടുത്തിട്ട് കുറച്ച് വാങ്ങിയിട്ട് പ്ലാന്റ് ചെയ്ത് നോക്കും. അതിൽ നല്ലത് നോക്കി, അതായത് നമുക്ക് കൂടുതൽ പേലറാണിയുണ്ട്, നാൻബോൾട്ടുണ്ട്, ഞല്ലാണിയുണ്ട്, തിരുതാളിയുണ്ട് എന്നുകൊണ്ട് പല ഐറ്റങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ പുതിയ ഐറ്റങ്ങൾ ഏത് കാണുന്നോ അതൊന്നും ചെയ്തിട്ട് തവാരണ ചെയ്തിട്ട് നമ്മൾ വിപുലീകരിച്ച് നോക്കും. നോക്കിയിട്ട് അതിൽ ബെറ്റർ എന്ന് തോന്നുന്നത് നമ്മൾ കൂടുതലായിട്ട് വിപുലീകരിക്കും. സാധാരണ നമ്മളിപ്പോൾ ഹൈ റേഞ്ച് മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഞെരലാണികളാണ് കൂടുതലുള്ളത്. പിന്നെ നമുക്ക് രാജകുമാരി ശാന്തമ്പാറയിലേക്കൊക്കെ വരുമ്പോഴത്തേനും തിരുതാളി ഏലവും കൂടെ വരും. അപ്പൊ ഈ പാനിക്കുളങ്ങര വെറൈറ്റി വന്നു കഴിഞ്ഞപ്പം മെച്ചമാണോ? ശരിക്കും ഈൽഡുണ്ടോ അതിന്? ഇപ്പം നിലവിലുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ശരിക്കും ഇതേപ്പറ്റി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞെങ്കിൽ, ഈ വർഷം കൂടെ കഴിഞ്ഞെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പൊ കണ്ടിടത്തോളം കുഴപ്പമില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്. പിന്നെ സാധാരണ ഞല്ലാരുടെ അത്ര ഒന്ന് കായ്ക്കൊരു വലിപ്പമില്ല അല്ലെ? ഇപ്പൊ കണ്ടതിൽ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? ഉൽപാദനം ഉണ്ട്. ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ? തിരുതാളി പോലെ തന്നെ ഉൽപാദനം കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ ഇത് ബോൾട്ട് കുറവുണ്ട് അല്ലേ? ഇപ്പൊ ഇതിൽ പരിചരണങ്ങളിലെല്ലാം വ്യത്യാസം ഉണ്ടോ ചേട്ടാ? പരിചരണങ്ങൾ എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നിനും സെപ്പറേറ്റ് ചെയ്യാറില്ല അല്ലെ? വളപ്രയോഗങ്ങളാണെങ്കിലും വളം നിറഞ്ഞ നമ്മൾ വേറെ മറ്റു ഇതിനേക്കാളും വഴി ചാണകമാണ്. ചാണകവും പിന്നെ പിണ്ണാക്ക്, എട്ടുകുട്ടം പിണ്ണാക്ക് തമിഴ്നാട് പോയി കുരുവൊക്കെ കണ്ട് അരച്ചെടുത്തോണ്ട് പൊടിച്ചിടുക ചെയ്യുന്നത്. പിന്നെ ചാണകമാണെങ്കിൽ പോലും നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഫാമുകളിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ട്രൈക്കോട്ടമ്പൻ എന്ന് പറഞ്ഞ മറ്റേ ചാണകം പൊടിക്കുന്ന ആ സംഭവം അങ്ങോട്ട് ഇട്ടിട്ട് പൊടിച്ച് ഉണക്കിയിടുക ചെയ്യുന്നത്. അത് അങ്ങനെയാ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വളങ്ങൾ കൂടുതൽ നമ്മൾ മണ്ണിന് ദോഷകരമായ രീതിയിലുള്ള കൂടുതൽ ചെയ്യാറില്ല അതിന്. സ്വാഭാവികമായിട്ട് പിന്നെ ജലസേചനം ഒരിക്കലും കുറയ്ക്കാറില്ല. ഇപ്പം ജലസേചന സൗകര്യമുണ്ട്, അത് ആവശ്യമനുസരിച്ച് കൊടുക്കും. ഇപ്പം കാലങ്ങളായിട്ട് ഇപ്പം ഏലം കൃഷി തന്നെ ഉള്ളതാണല്ലോ അല്ലെ? ഏലം കൃഷി ഒരു വ്യാപാരിയും കൂടിയാണ്. വ്യാപാരിയാണ്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന വൈഫാണ് നോക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ, ബാക്കി നിർദ്ദേശങ്ങൾ കൊടുത്ത് ചെയ്യുന്നു. പിന്നെ സ്ഥിരമായിട്ട് ഹിന്ദിക്കാരുണ്ട് അല്ലേ? മറ്റുള്ളവര് നമുക്ക് ഇങ്ങനെ മരുന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന ആ രീതിയിലാണ് അതിപ്പോ ചെയ്യുന്ന നടന്ന് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ കടയായിട്ട് ബന്ധപ്പെട്ടിരിക്കും, പലരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് വളപ്രയോഗം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തു നോക്കും. അല്ലാണ്ട് മറ്റുള്ളവരുമായിട്ട് എപ്പോഴും തന്നെ ബന്ധപ്പെട്ട് ആ രീതിയിൽ ചെയ്യുന്ന സാധാരണ കൂടുതലും കുറെ കർഷകരുമായിട്ട് ശാസ്ത്രത്തിന്റെ തുല്യരായിട്ട് ആൾക്കാരാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ നടന്നൊരു കർഷകനാണല്ലോ, അതിനുശേഷമുള്ള വ്യാപാരി ആയതിന് ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണല്ലോ. ഇപ്പം സ്പൈസസ് ബോർഡിന്റെ കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്നത്? അല്ല, പുരസ്കാരങ്ങൾ വേറെ, ഏലത്തിന്റെ രീതിയിൽ പ്രത്യേകിച്ച് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. മറ്റു പുരസ്കാരങ്ങളൊക്കെ ഇപ്പൊ വൈഫിന് ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ? കൃഷിഭവന്റെ ഉണ്ട്, പിന്നെ ആത്മാടെ കിട്ടിയിട്ടുണ്ട്, വ്യവസായ തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? അങ്ങനെ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ കൃഷിയിടത്തില് എത്ര വെറൈറ്റി ഏലം ഉള്ളത്? ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6-7 വെറൈറ്റികളും വരും. എല്ലാം നമ്മൾ കൂടുതൽ വിപുലീകരിച്ചിരിക്കുന്ന കണിപറമ്പനും ഞെരലാനിയാണ് അല്ലേ? അതാണ് നമ്മുടെ ഈ കാലാവസ്ഥക്ക് യോജിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഇത് തന്നെ എല്ലായിടത്തും നമ്മൾ യോജിക്കണമെന്നില്ല. ചില മേഖലകളിൽ അത്ര ഒത്തുവരുന്നില്ല. നമ്മൾ ആദ്യമേ നിന്ന് കൊണ്ടുവന്നില്ല. വിപുലീകരിച്ച് ചെയ്യുന്നതിനേക്കാളും ഉപരി നമുക്കിടെ ഈ കാലാവസ്ഥയും സ്ഥലമായിട്ട് ഒത്തുവരുമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അത് കൂടുതൽ വിപുലീകരിക്കും. അങ്ങനെ ചെയ്യുന്നത്. കീടബാധ ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു
ഒന്നും ചെയ്യാറില്ല. മറ്റൊന്നും ചെയ്യുന്ന കൂടെ തന്നെ നമ്മളിപ്പോൾ മരുന്ന് കുടിക്കുകയാണെങ്കിലും ഏതെടുക്കുക വളമിടുവാണെങ്കിലും ആ ഒപ്പം തന്നെ അങ്ങ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരെണ്ണത്തിനും പ്രത്യേകിച്ച് ഒരു പരിചരണം ചെയ്യാറില്ല. വളപ്രയോഗം, മരുന്നടി, അതുപോലെ തന്നെ നനയെല്ലാം സ്പ്രിംഗ്ലർ വഴിയാണ് നനയ്ക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് നോക്കിയാൽ മതിയല്ലോ അല്ലേ? അത് കൃത്യമായിട്ട് നോക്കണം. ഇപ്പൊ ഈ സമയത്തൊക്കെ ആണെങ്കിൽ കൃത്യം നോക്കേണ്ട സമയം. പിന്നെ എന്നാ വെച്ചാൽ നനയ്ക്കുന്നതുകൊണ്ട് വേനൽക്കാലത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പൊ ആണെങ്കിലും മണ്ണുപണി ഇപ്പോഴാണ് ചെയ്യുന്നതിന്. ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പൊ ചെയ്താലും കുഴപ്പമില്ല, നനച്ചു വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിന്. എന്തായാലും നമ്മുടെ ഹിന്ദിക്കാരാണോ കൂടുതലും പണി ചെയ്യുന്നത്? ഹിന്ദിക്കാരാണ് മെയിനായിട്ട് ചെയ്യണം അല്ലേ? ആരും ആശ്രയിച്ച പിന്നെ കായെടുക്കാനൊക്കെ വേറെ പുറത്താളെ കൂടെ. ഇതിപ്പോ കാ തീർന്നൊരവസ്ഥയിലാണ് കേട്ടോ. ഇപ്പൊ ഒരാഴ്ച എടുത്തിട്ട് നമ്മളെ പറയുകയാണെങ്കിൽ ആവറേജ് ഒരു വർഷത്തിൽ 6 തവണയെങ്കിലും എടുക്കുന്നുണ്ട്. മൊത്തം ഏത് ആണെങ്കിൽ ആവറേജ് എടുക്കുന്നു, നനയ്ക്കുന്നുണ്ട്. പിന്നെ വിളവിൽ കയറ്റേർക്കുണ്ടാവുന്നു, അതനുസരിച്ചുള്ള ഇതുണ്ടാവുന്നുള്ളൂ. എനിക്ക് സ്പേസസ് ബോർഡിന് അവാർഡ് കിട്ടിയ തോട്ടമാണിത്. ഇത് ഞാനൊരു പുതിയ രീതിയിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു ചെയ്തത്. അതായത് ഇപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് വെറുതെ പ്ലെയിനായിട്ട് കിടന്ന ചോലയൊന്നും ഇല്ലാണ്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു. അത് വെറും പ്ലെയിൻ സ്ഥലത്ത് JCBക്ക് മൊത്തത്തിൽ കിളച്ച് ഇതിൻ്റെ കളകളുടെ അടിയിലാക്കി. അത് കഴിഞ്ഞിട്ട് ലൈൻ അടിച്ച് എനിക്ക് തോന്നുന്നു ചോല ഇല്ലാണ്ടിരുന്ന് കഴിയുമ്പോഴത്തേന് കുറേ കൂടെ സേഫ്റ്റി ആയിട്ട് തോന്നുന്നത് കുറച്ചടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരസ്പരം ചോല വരുന്ന രീതിയിൽ കോണ്ടൂർ ലൈൻ എന്നുള്ള പേരിൽ ഞാൻ വേറൊരു തോട്ടം പോയി കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പം ഇത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഒരു താഴത്തേക്ക് 10 അടി ദൂരവും ഈ വട്ടത്തിലുള്ള 5 അടിക്ക് എന്നുള്ള രീതിയിൽ. ഇതിപ്പോ നിലവിൽ അടുത്ത് പോയതാണ്. അത് തമ്മിൽ ഇത് അടുത്ത് വരുന്നത് തന്നെ വളർന്നത് വേല് പോലെ ആകും. ചോലയാവുകയും ചെയ്യും. ഉൽപ്പാദനം നമുക്കൊരു 50% ചെടി കൂടുതൽ വെക്കുകയും ചെയ്യാം. ഇപ്പൊ നമുക്ക് 10 വെക്കുന്നതിന് ഒരു സൈഡ് 5 അടിയാണല്ലോ വരുന്നത്. 5 അടി വന്നു ഒരു വർഷം കൊണ്ട് തന്നെ ഇത് ആവശ്യത്തിനുള്ള ചിമ്പടിച്ച് അടുത്ത് വരും. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംരക്ഷണമാണ്. വളമിടുന്നതിനും മറ്റ് പണികൾക്കൊക്കെ ആയിട്ട് വളരെ എളുപ്പമുണ്ട്. നല്ല കഴിഞ്ഞ വർഷമൊക്കെ നല്ല. ഇതിപ്പോ എത്ര വർഷം ചെടിയാണിത്? ഇതിപ്പോ 4-ാം വർഷം ചെടിയാണ് അല്ലേ? 4 വർഷമായപ്പോഴത്തേനാണ് ഇതുപോലെ ഇങ്ങനെ 2-ാം വർഷമായപ്പോഴത്തേനും തന്നെ നമുക്ക് ഇതിന്റെ ഉൽപാദനം ശരിക്കും കിട്ടുന്നത്. 3-ാം വർഷം കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഇതായിരുന്നു. ഇത് ഞെർലാനിയുണ്ട്, പിന്നെ കണിപറമ്പനുണ്ട്. കണിപറമ്പൻ അപ്പുറത്തേക്കുണ്ട്. ഇത് ഞാൻ എല്ലാം കുറച്ച് തിരുതാളി ഇട്ട് നോക്കി. കണിപറമ്പനൊക്കെ നല്ല വെയിറ്റും ഉണ്ട്, നല്ല പ്രോത്സാഹജനകമായിട്ടുള്ള സംഭവമായത്. പിന്നെ ഞാൻ കാണുന്നത് ഇതുള്ള നടന്നിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ചെടിയുടെ എണ്ണം കൂടും, ഉൽപാദനത്തിൽ നമുക്ക് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പിന്നെ പണി ചെയ്യുന്ന കാര്യത്തിൽ, വളമിടുന്ന കാര്യത്തിൽ എല്ലാം തന്നെയാണ്. ഇത് ഇപ്പം തന്നെയാണെങ്കിൽ തന്നെ ഇത് കിളച്ച് ചാണകം ഇട്ട് കഴിഞ്ഞ് മണ്ണിട്ട് ചപ്പിട്ട് മൂടി വിട്ടേക്കും അതിന്. ഇനിയിപ്പോൾ നമ്മൾ ഏപ്രിൽ മഴയുടെ സമയമാകുമ്പോഴത്തേനും ഇതെല്ലാം എടുത്ത് ബാക്കിയുള്ള തട്ടയെല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടും. ആ സ്പേസിലേക്ക് വീണ്ടും ചിമ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു രീതി കൊണ്ടാണല്ലോ ശരിക്കും നമുക്ക് അവാർഡ് കിട്ടുന്നത്. പുതിയൊരു വെറൈറ്റി നോക്കിയതാ. ഇതിപ്പോ 2 ഏക്കർ സ്ഥലത്തുനിന്ന് ചെയ്ത് നോക്കിയതാ. പക്ഷെ അത് വിജയമാണ്, നല്ല വിജയമാണ്. ചോല മൈക്രോ സ്പ്രിംഗ്ലർ അങ്ങ് ഇട്ടു. അത് പിന്നെ ഇതിപ്പോ സ്പ്രിംഗ്ലർ ഇട്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ അതിനുള്ളിൽ നിന്നാൽ തന്നെയും കൂടുതൽ ചോലയില്ലോ. ഈ ഏലത്തിന്റെ തന്നെ ചോല പരസ്പരമാണല്ലോ. പിന്നെ ഈ മൈക്രോ സ്പ്രിംഗ്ലറിന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നനച്ചു വിടണം എന്നുള്ള മസ്റ്റാ. അത് സാധാരണ എല്ലാരും ദൂരം ഉണ്ടല്ലോ 2 ചെടി, നമ്മൾ എത്ര ക്ലോസ്ഡ് ആയിട്ട് വെച്ചുകൊണ്ടാണ് സ്പെഷ്യലി സ്പൈസസ് കൊണ്ട് സാറ് പറഞ്ഞത്. അതുകൊണ്ടാണ് മെയിൻ നമുക്ക് അവാർഡ് കിട്ടാനുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ക്ലോസ്ഡ് ഫാമിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കള പറിക്കാനും കുറച്ചുകൂടി എളുപ്പം വരുന്നുണ്ട്. വളപ്രയോഗത്തില് ഉൽപാദനത്തിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ ആവറേജ് കണക്കൂട്ടെങ്കിൽ 1000 കിലോയ്ക്ക് മുകളിൽ നമുക്ക് 1 ഏക്കറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. പിന്നെ ഒരു കുറച്ച് കാറ്റ് കൊണ്ട് കുറച്ച് ഭാഗത്തൊക്കെ കാറ്റ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. തേനീച്ച കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഏകദേശം ഒരു 10-20 പെട്ടിയോളം ഈ ടൈപ്പ് ഉണ്ട്. ചെറുതേനുണ്ട്. ഇത് ഉണ്ടെങ്കിൽ ഈ തേനീച്ച കൃഷിയുടെ പ്രയോജനം നടന്നിട്ടുണ്ട്. പരാഗണത്തിന് ഏറ്റവും ഫലപ്രദമാണെന്നാണ് തോന്നുന്നത്.
പിന്നെ ഈ മറ്റ് കാര്യങ്ങളിൽ ബാക്കിയുള്ള എല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ പിന്നെ നമുക്ക് തേനിൻ്റെ ആദായമുണ്ട്. തേൻ കുഴപ്പം നല്ല തേൻ കിട്ടും അല്ലേ? അതൊരുമാരെ ആൾക്കാർ വന്നാണെങ്കിൽ ഇവിടെ നല്ല വിലക്ക് മേടിച്ചോണ്ട് പോക്കുള്ളൂ. അത് നമ്മൾ വില നോക്കാറില്ല, വിശ്വസനീയമായ രീതിയിൽ കൊണ്ടുപോകാവുന്നതുകൊണ്ട് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2 ആദായം നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത്. ഏലത്തിന് പൂവിന് പരാഗണം നടക്കുന്നതിനും മറ്റ് വസ്തുക്കളും പരാഗണം നടക്കുന്ന ആ കൂട്ടത്തിൽ നമുക്ക് തേനിന്റെ ഉപയോഗം നടക്കും.